ആകാശ് ഒന്നും തന്നെ പറയില്ലെന്ന് മനസ്സിലായതും പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവൾ ആസ്വദിച്ചിരുന്നു. എപ്പോഴോ ഒരു ഇളം കാറ്റ് വീശിയതും അവൾ മയക്കത്തിലേക്ക് വീണു. ഇതേ സമയം ആകാശിന്റെ സ്വന്തം വീട്ടിൽ, അതായത് ആകാശകീർത്തി അവരുടെ വീട്ടുപേരാണ്. എന്തൊരു ഉറക്കമായിരുന്നു! നീ അവിടെ ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഉറങ്ങിയില്ലേ? രാവിലെ തന്നെ അമ്മ തമാശിക്കരുതേ. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഉറങ്ങിപ്പോയത്. നീ വന്ന പാടെ കിടന്ന് കിടപ്പല്ലേ, അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും അവിടുത്തെ വിശേഷങ്ങൾ അറിയാനാണ് താല്പര്യം അല്ലേ? ഒരു ലോങ് യാത്ര കഴിഞ്ഞ വന്ന് മകളോട് വല്ലതും കഴിച്ചോ എന്നെങ്കിലും തിരക്കിക്കൂടെ? ചെറിയ പരിഭവത്തോടെ കീർത്തി പറഞ്ഞു. മോൾ എന്തെങ്കിലും കഴിച്ചോ? ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛനത് തിരക്കിയത്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ആരും എടുത്തു തരണമെന്നൊന്നുമില്ല, ഞാൻ എടുത്ത് കഴിച്ചോളാം. ആർക്കും ഒന്നും പറയാനുള്ള ഇട കൊടുക്കാതെ അവൾ പറഞ്ഞു നിർത്തി. നേരെ അടുക്കളയിലേക്ക് പോയി പാലപ്പവും കടലക്കറിയും എടുത്ത് അവൾ കഴിക്കാൻ തുടങ്ങി. അവൾ കഴിക്കുന്നത് കണ്ട് അമ്മയ്ക്കും അച്ഛനും ചിരിയാണ് വന്നത്. കടിച്ചമർത്തി നിന്ന് എങ്കിലും അത് ഒരു പൊട്ടിച്ചിരിയായി പുറത്തു വന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരേമ്പക്കവും വിട്ട് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും നടുവിലായി ഒരു സോഫയിലിരുന്നു. ഭക്ഷണവുമായുള്ള നിന്റെ മൽപ്പിടുത്തം കഴിഞ്ഞില്ലേ? ഇനി അവിടുത്തെ വിശേഷങ്ങൾ പറ. ഒരു മരുമകൾ കയറി വന്നപ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ടാതെയായോ? വന്നപ്പോൾ മുതൽ അവിടുത്തെ വിശേഷം എന്നൊരു മന്ത്രം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവൾ നന്നായി അഭിനയിച്ച് തകർക്കുകയാണ്. രണ്ടുപേർക്കും അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൾ പറഞ്ഞു തുടങ്ങി. ചേട്ടനും ചേച്ചി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഓൺ ദ വേ ആണ്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ ഈ ആകാശകീർത്തിയുടെ മുന്നിലെത്തും. അന്നേരം മരുമകളോടും മകനോടും അവിടുത്തെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറിപ്പോയി. റൂമിൻ്റെ വാതിൽക്കിലെത്തിയതും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. കോൾ അറ്റൻഡ് ചെയ്യാനായി വന്നതും കട്ടായി. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും 3 മിസ്ഡ് കോൾ. ഇത്ര അത്യാവശ്യമായിട്ട് ആരാണ് വിളിച്ചത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ആരുമല്ല, അവളുടെ ചേട്ടൻ ആകാശാണ്. അവൾ പിന്നെ സമയമൊന്നും കളഞ്ഞില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ആദ്യത്തെ ബെല്ലടിയിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. നീ ഇത് എവിടെ പോയി ഇരിക്കുകയാടി? നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? മറുവശത്തു നിന്നും ആകാശിൻ്റെ ഓരോ ചോദ്യങ്ങളായി ഒഴുകി. എൻ്റെ ചേട്ടാ, മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യാതിരുന്നതല്ലോ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ചേട്ടൻ എന്നെ ചോദ്യം ചെയ്യാതെ വിളിച്ച കാര്യം പറ. ഞങ്ങൾ 1 മണിക്കൂറിനകം അവിടെ എത്തും. അതിന് ഞാൻ എന്തെടുക്കാനാണ്? ചേച്ചിയെ താലപ്പൊലിയും വാദ്യമേളങ്ങളും കൊണ്ട് ആനയിച്ചു കയറ്റണോ? ഏട്ടൻ്റെ പെങ്ങൾ തോക്കി കയറി വെടിവെക്കാതെ ഞാൻ പറയുന്നത് ക്ഷമയോടുകൂടി ഒന്ന് മുഴുവനായി കേൾക്ക് എന്ന് എൻ്റെ ഏട്ടൻ പറ. ഞങ്ങൾ വരുമ്പോൾ അവളെ അസൂയപ്പെടുത്താനായിട്ട് നീയും ഞാനുമായിട്ടുള്ള ഫോട്ടോസ് എല്ലാം എടുത്തൊന്ന് പ്രദർശനത്തിന് വെക്കണം. ഏട്ടന് ഭ്രാന്തായോ? പ്രദർശനത്തിന് വെക്കാൻ ഇവിടെ എക്സിബിഷൻ ഒന്നും നടക്കുന്നില്ലല്ലോ. ഏട്ടൻ്റെ പെങ്ങൾ ചെറിയൊരു എക്സിബിഷൻ നടത്ത്. ഏട്ടോ! അത് കീർത്തിയുടെ അലർച്ചയായിരുന്നു. ശബ്ദം കേട്ട് അവളുടെ റൂമിലേക്ക് അച്ഛനും അമ്മയും ഓടി വന്നു. എന്താ മോളെ, എന്തു പറ്റി? പരിഭ്രമത്തോടെ കീർത്തിയുടെ അമ്മ തിരക്കി. ഒന്നുമില്ല അമ്മ. അച്ഛനും അമ്മയും എന്തിനാ പേടിച്ചു വരച്ചു നിൽക്കുന്നത്? അവൾ അച്ഛനെയും അമ്മയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങനെ കടന്ന് കാറിയാൽ ആരും പേടിക്കാതെ ഇരിക്കാന്? അവൾ അതിനു മറുപടിയായി അമ്മയെ നോക്കിയൊന്ന് ഇളിച്ചു കാട്ടി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, കെട്ടിക്കാൻ പ്രായമായി എന്നിട്ടും അടക്കോ ഒതുക്കോ ഇല്ല. ഇതും പറഞ്ഞ് അച്ഛനും അമ്മയും പോയി. അവർ പോയതും അവൾ ഫോൺ പിന്നെയും കാതോരം വെച്ചു. ഏട്ടാ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് എന്തായിരുന്നു? നീ ആദ്യം അണ്ണാക്ക് കയറി ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കുക, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും പിന്നെയും ഓടി വരും, ചിലപ്പോൾ അയൽപ്പക്കക്കാരും. ഏട്ടൻ എന്നെ ആക്കിയതാണല്ലേ? ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് എൻ്റെ വഴിക്ക് പോവേ. ഏട്ടൻ്റെ മുത്തല്ലേ, പിണങ്ങാതെ. സോപ്പിട്ട് പതപ്പിച്ചത് മതി. ഞാനിപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ എന്ത് ചെയ്യണമെന്നാ? ഒരു ചെറിയ പ്രദർശനമെന്ന് പറഞ്ഞ വന്ന് കയറുമ്പോഴേ അവൾക്ക് കാണാൻ പാകത്തിന് നീ എല്ലാ ഫോട്ടോസും എടുത്ത് ഹാളിൽ ഓരോ സ്ഥാനത്തായിട്ട് സെറ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞ 4 പാട് നമ്മുടെ ഫോട്ടോസ്. പിന്നെ ഒരു കാര്യം, എന്താ? ഞങ്ങൾ വരുമ്പോൾ നീ അവിടെ ഉണ്ടാകരുത്. പിന്നെ ഞാനിവിടെ പോകാനാണ്? എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണ്ടേ? ചേട്ടായിക്കൊരു ഭാര്യ ആയപ്പോഴേക്കും എന്നെ എൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കുവാണോ? ഏട്ടൻ്റെ പെങ്ങൾ അധികം സെൻറ്റിയൊന്നും അടിക്കണ്ട. നിന്റെ കല്ല് ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാറില്ലേ? എൻ്റെ ചേച്ചി ഏട്ടൻ്റെ അടുത്തില്ലേ? അവൾ സംശയത്തോടെ തിരക്കി. കല്ലു കാറിലിരിപ്പുണ്ട്, ചെറിയ മയക്കത്തിലാണ്. കാറൊന്ന് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ മാറി നിന്നാണ് നിന്നെ കോൾ ചെയ്തത്. എന്നാൽ ശരി ഏട്ടാ,
ഞാൻ കോള് കട്ട് ചെയ്യുക, ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യട്ടെ. അതും പറഞ്ഞ് കീർത്തി ഫോൺ കട്ട് ചെയ്തു. ആകാശ് ഫോൺ കട്ട് ചെയ്ത് കാറിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ഉറങ്ങിക്കിടക്കുന്ന കല്ലുവിനെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടുകൂടി അവൻ ആകാശകീർത്തിയിലേക്ക് ഡ്രൈവ് ചെയ്തു. കീർത്തി തൻ്റെ റൂമിലിരുന്ന ഫോട്ടോസും ആകാശൻ്റെ റൂമിലിരുന്ന ഫോട്ടോസും എല്ലാം എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോയി. നീ ഈ ഫോട്ടോസ് എല്ലാം എടുത്തോട്ട് എങ്ങോട്ട് പോവാ? കീർത്തിയുടെ പോക്ക് കണ്ട് അവളുടെ അമ്മ ചോദിച്ചു. അതൊക്കെയുണ്ടമ്മ, കാണാനുള്ള പൂരം ഞാൻ പറഞ്ഞറിയിക്കണോ? ഫോട്ടോസ് എല്ലാം ഹാളിൽ കൊണ്ടുവച്ചിട്ട് അവൾ ചുറ്റികയും ആണിയും എടുത്തുകൊണ്ട് വന്നു. അവൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കീർത്തിയുടെ അമ്മയും അച്ഛനും. ആണിയടിച്ച് അതിലായി ഓരോ ഫോട്ടോകളായി തൂക്കിയിട്ടു. നാലുപാടും നോക്കിയാൽ ആങ്ങളുടെയും പെങ്ങളുടെയും ഫോട്ടോ കൊണ്ട് നിറഞ്ഞു നിന്നു. ഒരു വീഡിയോ എടുത്ത് ഏട്ടന് വാട്സപ്പ് ചെയ്തേക്കാം, അവൾ സ്വയം തന്നോട് തന്നെ പറഞ്ഞു. വീഡിയോ എടുത്ത് ആകാശിന് അയച്ചും കൊടുത്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആലോചനയാണ് കീർത്തിയുടെ അമ്മയും അച്ഛനും. ഇനി ഇവിടെ ഒരു സെക്കൻഡ് പോലും നിന്നാൽ ശരിയാവില്ല, അവൾ ആത്മകഥം നടത്തി. അമ്മേ, ഞാൻ ദിയയുടെ വീട്ടിലേക്ക് പോകുവാണേ. അതും പറഞ്ഞ് അവൾ ഓടി. ആർക്കും ഒന്നും ചോദിക്കാനുള്ള അവസരം പോലും അവൾ കൊടുത്തില്ല. ദിയ കീർത്തിയുടെ കൂട്ടുകാരിയും അയൽവാസിയുമാണ്. ഇതേ സമയം അഭിനന്ദും പാറുവും ഫുൾ ടൈം പുറത്ത് കറക്കമാണ്. പാറുവിൻ്റെ വീട്ടുകാർ അഭിനന്ദിനെ അംഗീകരിച്ചെങ്കിലും അവരിൽ ചെറിയ നിരാശയുണ്ട്. പാറുവിൻ്റെ അമ്മയും അച്ഛനും പൂർണ്ണ സന്തോഷത്തിലല്ല. കാരണം എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? സ്വന്തം മകളുടെ കല്യാണം നേരിൽ കാണാൻ പറ്റാത്തതിൻ്റെ നിരാശയാണ്. അതുകൊണ്ട് അഭിനന്ദ് ഒരിക്കൽ കൂടി പാറുവിനെ വർണ്ണമാല്യം അണിഞ്ഞ് തൻ്റെ പത്നിയാക്കാൻ തീരുമാനിച്ചു. തിരികെ ബോർഡിങ്ങിലെത്തിയ അഞ്ജു വളരെ ദുഃഖിതയായിരുന്നു. അവൾ ആരോടും ഒന്നും തന്നെ സംസാരിക്കാതെ റൂമിൽ തന്നെ ഇരുന്നു. അഞ്ജു, നീ എന്താ വന്നപ്പോൾ മുതൽ മൂഡൗട്ടാണല്ലോ? അഞ്ജുവിൻ്റെ റൂംമേറ്റ് കാര്യം തിരക്കി. അവൾ അവധിക്കാല വിശേഷങ്ങളെല്ലാം റൂംമേറ്റിനോട് പങ്കുവെച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ അവധിക്കാലം നീ നന്നായി എൻജോയ് ചെയ്തു. അതിൻ്റെ സങ്കടമാണ്, അത് പയ്യെ മാറിക്കോളും. റൂംമേറ്റ് അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ഏറെ സമയത്തെ യാത്രയ്ക്കൊടുവിൽ കല്യാണിയും ആകാശും ആകാശകീർത്തിയിൽ വന്നിറങ്ങി. ഗേറ്റ് കടന്നൊരു കാർ വരുന്ന ശബ്ദം കേട്ടതും അവൻ്റെ അച്ഛനും അമ്മയും വാതിൽക്കലേക്കെത്തി. കല്യാണി അപ്പോഴും സുഖനിദ്രയിലാണ്. കല്ലു, എഴുന്നേൽക്ക്, സ്ഥലമെത്തി. ഇങ്ങനെ ഉറങ്ങാൻ നീ കുംഭകർണനല്ലല്ലോ. അതും പറഞ്ഞ് അവളെ അവൻ തട്ടി വിളിച്ചു. ആ വിളി അവളുടെ കാതുകളിൽ തുളച്ചു കയറിയതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ഇറങ്ങി വന്ന് അവളെ തന്നെ ഇമവെട്ടാതെ ആകാശിൻ്റെ അമ്മ നോക്കിക്കൊണ്ട് നിന്നു. താനിത് എന്ത് നോക്കി നിൽക്കുക? ചെന്ന് നിലവിളക്കെടുത്തോണ്ട് വാ, കീർത്തിയുടെ അച്ഛൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പോഴാണ് അവർ തൻ്റെ മരുമകളിൽ നിന്നും നോട്ടം തിരിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ അകത്തുപോയി ഒരു നിലവിളക്കുമായി വന്നു. മോളെ, വലതുകാലിൽ വെച്ച് അകത്തോട്ട് കയറി വാ, അമ്മ പറഞ്ഞു. സാധാരണ ക്ലീഷേ ഡയലോഗ് തന്നെ, ഒരു മാറ്റവുമില്ല. അവൾ വലതുകാലിൽ വെച്ച് നിലവിളക്കും പിടിച്ച് അകത്തേക്ക് കയറി. നിലവിളക്ക് പൂജാമുറിയിൽ വെക്കുന്നത് വരെ പൂർണ്ണ ശ്രദ്ധയും ആ നിലവിളക്കിൽ തന്നെയായിരുന്നു. അതും വെച്ച് ഹാളിലേക്ക് വന്നപ്പോഴാണ് അവൾ നാലുപാടും ഒന്ന് വീക്ഷിച്ചത്. ഈ വീട് മുഴുവൻ എൻ്റെ കെട്ടിയവനും ആ കീർത്തിയും ചേർന്നുള്ള ഫോട്ടോയാണല്ലോ. ലേശം കുശുമ്പോടുകൂടി തന്നെ അവൾ ആത്മകഥം നടത്തി. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവ്യത്യാസങ്ങളും അവൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു. അമ്മേ, പെട്ടെന്ന് ആ വിളി കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി നിന്നു. വിളി കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കല്യാണിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. കവിൾത്തടങ്ങൾ ചുവന്നു തുടുത്തു വന്നു. എൻ്റെ ദൈവമേ, ഏട്ടൻ്റെ ഒടുക്കത്തെ പ്ലാൻ കാരണം ഇന്ന് ചേച്ചി ഭദ്രകാളിയാകുമെന്നാണ് തോന്നുന്നത്, കീർത്തി കല്യാണിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. മോളെ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയപ്പെട്ട് കാണുമല്ലോ, കീർത്തിയുടെ അമ്മ കല്യാണിയെ നോക്കി ചോദിച്ചു. അതെ അമ്മേ, അവൾ ഇഷ്ടക്കേടോടുകൂടി പറഞ്ഞു. അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകാതെ അവൾ ഇങ്ങോട്ടാണോ വന്നത്? കല്യാണി മനസ്സിൽ പറഞ്ഞു. നീ എവിടെ പോയിരിക്കുമായിരുന്നു? ഒന്നും അറിയാത്ത ഭാവത്തിൽ ആകാശ് കീർത്തിയോട് തിരക്കി. ഞാൻ അപ്പുറത്ത് ദിയയുടെ വീട് വരെ പോയതാ. നീ വന്ന കാലം നിൽക്കാതെ മോളെയും കൊണ്ട് റൂമിലോട്ടിയല്ലോ. യാത്ര ചെയ്തു വന്നതല്ലേ, മോൾക്ക് ക്ഷീണം ഉണ്ടാവും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? അമ്മ ആകാശിനെ നോക്കി ചോദിച്ചു. കല്ലി ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ ക്ഷീണം. ഞാൻ വന്നപ്പോൾ അമ്മ എന്തെങ്കിലും തിരക്കിയോ? പെട്ടെന്ന് ഇടയ്ക്ക് കയറി കീർത്തി പറഞ്ഞു. അത് കഴിഞ്ഞാണ് എന്താണ് താൻ പറഞ്ഞതെന്ന് അവൾക്ക് ബോധ്യമായത്. ആകാശാണെങ്കിൽ പ്ലാൻ എല്ലാം പൊളിഞ്ഞതുകൊണ്ട് അവളെ നോക്കി പേടിപ്പിക്കുകയാണ്. കീർത്തി തന്നെ ചേച്ചി എന്ന് വിളിച്ച് ഞെട്ടലിലാണ് കല്യാണി.
കീർത്തി പറഞ്ഞതിന് മറുപടിയായി അമ്മയും അവളെ കൂർപ്പിച്ചു നോക്കുകയാണ്. എൻ്റെ ഈശ്വര, അമ്മയും ഏട്ടനും കൂടി എന്നെ നോക്കി ദഹിപ്പിക്കുകയാണല്ലോ, കീർത്തി മനസ്സിൽ പറഞ്ഞു. ഇവളുടെ നാക്കിന് പണ്ടേ ലൈസൻസ് ഇല്ലാത്തതാ മോളെ, ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, കല്യാണിയെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു. അപ്പോഴും അവൾ ആ ഞെട്ടലിൽ നിന്നും മുക്തിയായിട്ടില്ലായിരുന്നു. നീ മോളെയും കൊണ്ട് റൂമിൽ ചെന്ന് ഫ്രഷ് ആവ്, അവൻ്റെ അച്ഛൻ പറഞ്ഞു. അവൾ ആകാശിനൊപ്പം റൂമിലേക്ക് പോയി. കല്ലു, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവളുടെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ തിരക്കി. പെട്ടെന്ന് സുബോധത്തിലേക്ക് വന്നതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ മൗനം. അവളെ കണ്ടപ്പോൾ സ്നേഹം കൊണ്ട് തുളുമ്പുമായിരുന്നല്ലോ. ഇത്രയും ദിവസം കണ്ടിട്ടും ആ മുഖം കാണാതെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലേ? വാതിലിൽ ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടതും ആകാശ് ചെന്ന് വാതിൽ തുറന്നു. എനിക്ക് ഇവിടെയും മനസ്സമാധാനം തരില്ലെന്ന് പോലെ ശബ്ദവും ചെയ്തിട്ടുണ്ടോ? വാതിലിന് പുറത്തായി നിൽക്കുന്ന കീർത്തിയെ കണ്ട് അവൾ ആത്മകവിച്ചു. ഏട്ടാ, അമ്മ താഴേക്ക് ചേച്ചിയെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇവൾക്ക് ഇത്രയൊക്കെ വിനയമുണ്ടോ? നേരത്തെ ആകാശൻ്റെ അമ്മയും അച്ഛനും നിൽക്കുന്നത് കൊണ്ടാണ് ചേച്ചിയെന്ന് വിളിച്ചതെന്ന് കരുതാം. പക്ഷെ ഇപ്പോഴോ? ചേച്ചി എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നേ? എൻ്റെ ദൈവമേ, ദേ വീണ്ടും ചേച്ചിയെന്ന് വിളിക്കുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. ഞങ്ങൾ വരുന്നെന്ന് നീ അമ്മയോട് എന്ന് പറഞ്ഞേക്ക്, ആകാശ് പറഞ്ഞതും അവൾ നേരെ താഴേക്ക് ചെന്ന് അമ്മയോട് പറഞ്ഞു. കല്ലു, നീ എന്താ കണ്ണും മേടിച്ച് നിൽക്കുന്നേ? വാ, നമുക്ക് താഴേക്ക് ചെല്ലാം. ആകാശേട്ടനൊന്ന് നിന്നേ. എന്താണെന്ന അർത്ഥത്തിൽ അവൻ പുരികം പൊക്കി ചോദിച്ചു. അതെ, അവൾക്ക് മറവിയുടെ അസുഖമോ പ്രാന്തോ വല്ലതും ഉണ്ടോ? ആർക്ക്? ആ കീർത്തിക്ക്. എൻ്റെ അനിയത്തിയെക്കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാൽ നീ എന്നെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങും. നിങ്ങൾക്ക് അവൾ അനിയത്തിയെ പോലെ ആയിരിക്കും, പക്ഷേ അവൾക്ക് അങ്ങനെയല്ല. അത് സ്വഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അവളുടെ സ്വഭാവത്തിന് എന്തടി കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലേ? അതും പറഞ്ഞ് അവൾ താഴേക്കിറങ്ങി. അവനും ഒപ്പം ഇറങ്ങി. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി തത്തിക്കളിച്ചുകൊണ്ടിരുന്നു. ആകാശിൻ്റെ അമ്മയാണ് ഭക്ഷണം വിളമ്പിക്കൊടുത്തത്. ആകാശിനരികിലായി കീർത്തിയും പോയിരുന്നു. അവളുടെ ആ പ്രവൃത്തി കണ്ട് കല്യാണിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. അത് ആകാശം നന്നായി തന്നെ കാണുകയും ചെയ്തു. പെണ്ണെ, നിനക്ക് ദേഷ്യം വരുമ്പോൾ കാണാൻ എന്ത് രസമാണ്, കല്യാണിയെ നോക്കിക്കൊണ്ട് ആകാശ് മനസ്സിൽ പറഞ്ഞു. ഏട്ടാ, ചേച്ചിയെ നോക്കിയിരുന്ന് വെള്ളം വറക്കാതെ എനിക്ക് വാരി തന്നേ. എനിക്ക് ഏട്ടൻ വാരി തന്നിട്ട് എത്ര നാളായി? ആകാശ് അവൾക്ക് വാത്സല്യപൂർവ്വം വാരിക്കൊടുത്തു. ഇതൊക്കെ കണ്ട് കല്യാണി ദേഷ്യം കടിച്ചമർത്തിയിരിക്കുകയാണ്. നീ സ്വന്തമായി വാരി തിന്നേ, കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ടും ഏട്ടൻ, നിനക്ക് നാണമില്ലേ? അമ്മ തിരക്കി. എനിക്ക് അമ്മയല്ലല്ലോ വാരിത്തരുന്നത്, എൻ്റെ ഏട്ടനല്ലേ. നീയാണ് ഇവളെ ഇങ്ങനെ കൊഞ്ചിക്കുന്നത്, ആകാശിനെ നോക്കി ശാസനയോട് കൂടി അമ്മ പറഞ്ഞു. അമ്മേ, അവൾ എത്ര വലുതായാലും എനിക്ക് എൻ്റെ അനിയത്തി വാവ തന്നെയാണ്. ഇതൊക്കെ കേട്ട് കിളി പോയ അവസ്ഥയിൽ ഇരിക്കുകയാണ് കല്യാണി. മോൾ ഇതൊന്നും കണ്ട് ഞെട്ടണ്ട. ഇവരുടെ സ്നേഹപ്രകടനം കണ്ട ഇതുപോലത്തെ ആങ്ങളെയും പെങ്ങളെയും 7 ഇലത്തിലും തോന്നും. എങ്ങനെയൊക്കെയോ ആഹാരം കഴിച്ചെന്ന് വരുത്തി കല്ലു അവിടെ നിന്നും എഴുന്നേറ്റു. പാത്രവും കഴുകി വെച്ച് അവൾ റൂമിലേക്ക് പോയി. അവൾക്ക് പിന്നാലെ തന്നെ കീർത്തിയും ആകാശും കൂടി പോയി. കല്ലു ചേച്ചി, എന്നോട് പിണക്കമാണോ? അവളുടെ കയ്യിൽ കയറി പിടിച്ച് കൊച്ചുകുട്ടികളെ പോലെ ചിണിയിക്കൊണ്ട് കീർത്തി ചോദിച്ചു. കല്യാണിയിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. ഇടി കല്ലു, ഇവൾ എൻ്റെ സ്വന്തം പെങ്ങളാണ്, അല്ലാതെ എൻ്റെ മുറപ്പെണ്ണൊന്നുമല്ല. എനിക്ക് മുറപ്പെണ്ണായിട്ടുള്ളത് അഞ്ചുമോള് മാത്രമാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ കല്യാണി തറഞ്ഞു നിന്നു. പിന്നെ എന്നോട് നിന്നെ മുറപ്പെണ്ണാണെന്ന് പറഞ്ഞത്? ഞാൻ ചേച്ചിയോട് എപ്പോൾ പറഞ്ഞു? ചേച്ചിയല്ലേ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടത്, കീർത്തി നിഷ്കുവായി പറഞ്ഞു. സോറി മോളെ. അവളുടെ കയ്യിൽ കയറി പിടിച്ച് കൊച്ചുകുട്ടികളെ പോലെ ചിണിയിക്കൊണ്ട് കീർത്തി ചോദിച്ചു. കല്യാണിയിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. ഇടി കല്ലു, ഇവൾ എൻ്റെ സ്വന്തം പെങ്ങളാണ്, അല്ലാതെ എൻ്റെ മുറപ്പെണ്ണൊന്നുമല്ല. എനിക്ക് മുറപ്പെണ്ണായിട്ടുള്ളത് അഞ്ചുമോള് മാത്രമാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ കല്യാണി തറഞ്ഞു നിന്നു. പിന്നെ എന്നോട് നിന്നെ മുറപ്പെണ്ണാണെന്ന് പറഞ്ഞത്? ഞാൻ ചേച്ചിയോട് എപ്പോൾ പറഞ്ഞു? ചേച്ചിയല്ലേ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടത്, കീർത്തി നിഷ്കുവായി പറഞ്ഞു. സോറി മോളെ. അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നത് കണ്ട് അവൻ തിരക്കി. അത് സന്തോഷം കൊണ്ട് നിറഞ്ഞതാ, അവൾ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. സന്തോഷം കൊണ്ടോ? എനിക്കിന്ന് എന്നെ ഒരു മകളെ പോലെ സ്നേഹിക്കാൻ ഒരമ്മയും അച്ഛനും ഉണ്ട്. സ്വന്തം അനിയത്തിയെ പോലെ സ്നേഹിക്കാൻ ഒരു പെങ്ങളും.
പിന്നെ എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആകാശേട്ടനും. ഇതൊക്കെ ഒരു കാലത്ത് എനിക്ക് അന്യമായിരുന്നു. ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അന്നൊക്കെ. ഇനി നിന്റെ കണ്ണ് നിറയരുത്. എന്നും നിന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം. അതും മായാതെ നോക്കാൻ ആ പുഞ്ചിരിക്ക് കാവലായി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി ഒരു 7:30 അടുത്തവർ തിരിച്ച് ആകാശകീർത്തികയിലെത്തി. അത്താഴവും കഴിഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കല്യാണി അടുക്കള ഭരണം ഏറ്റെടുത്തു. മോള് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ? ഇന്ന് ആകാശമായി ക്ഷേത്രം വരെ പോയിട്ട് വാ. അവൾ ഒരു ഗ്ലാസ്സിൽ ചായയും പകർന്നുകൊണ്ട് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ചായയും കുടിച്ച് രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോയി. ഒരു അരമണിക്കൂറത്തെ നടപ്പ് മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. രണ്ടുപേരും കൂടി നടന്നാണ് പോയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആകാശകീർത്തികയിലെത്തിയതും മുറ്റത്ത് ഒരു കാർ വന്ന് കിടക്കുന്നത് രണ്ടുപേരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. പുറത്ത് പരിചിതമില്ലാത്ത 2 ജോഡി ചെരുപ്പും കിടപ്പുണ്ട്.